എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നല്ല കമൻസ് വരുന്നുണ്ട്. കാര്യം അവർക്ക് വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് കിട്ടി, അവർ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു, വിസ വെയിറ്റിംഗ് ആയിരുന്നു, അത് പെട്ടെന്ന് തന്നെ അത് ശരിയായി കിട്ടി. അങ്ങനെ ഒട്ടനവധി പോസിറ്റീവായിട്ടുള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാര്യം അവർക്ക് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങേണ്ട ഉദ്ദേശം ഞാൻ പറഞ്ഞിരുന്നു. അതായത് എനിക്ക് വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് പല കാര്യങ്ങളിലും സംഭവിച്ചു. എൻ്റെ മക്കളുടെ കാര്യത്തിലായാലും, എൻ്റെ മകനൊരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാനൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ആ ഒരു സർജറി ആക്ച്വലി അവനെ ഒരു 1.5 years ഓൾഡ് ആവുന്ന ടൈമിലാണ് അവർ പറഞ്ഞത്. അതൊരു 3 വയസ്സ് വരെ ഫോളോ അപ്പ് ചെയ്തിരുന്നു. ആൻഡ് ആ 3-ാമത്തെ വയസ്സ് വരെ അതിന് തൊട്ട് മുന്നേ വരെയുള്ള ഫോളോ അപ്പിൽ സർജറിയെ മതിയാവുള്ളൂ എന്നാണ് പല സ്ഥലത്ത് പോയി കാണിച്ചപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് 3 വയസ്സിൽ അവർ ലാസ്റ്റ് ഫോളോ അപ്പ് അന്ന് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി അത് നോർമലിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതം ശരിക്കും ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഞാൻ എത്ര പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ഒരു അനുഗ്രഹമാണ് ശരിക്കും എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയും എനിക്ക് പല കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പോകാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ് ആ ഒരു എക്സാം കിട്ടാത്തതുകൊണ്ടല്ല. പക്ഷേ എനിക്ക് മെയിനായിട്ട് പേഴ്സണൽ പ്രോബ്ലംസ്, സത്യം അതാണ് എന്നെ കൂടുതലും അഫക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണൽ പ്രോബ്ലംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയുക, നമുക്കൊരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ എല്ലാ സൈഡും കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്ന പോലെ എന്നെ അഫക്റ്റ് ചെയ്തത് ആ ഒരു പേഴ്സണൽ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് അതിങ്ങനെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാത്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് പോലും എനിക്ക് പക്ഷേ ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കില്ല. പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് ആ ഒരു പറഞ്ഞ കാര്യവുമായിട്ട് കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കാര്യം ദൈവം കേൾക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു മറ്റുള്ളവരെ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റിയോ എന്നുള്ള കാര്യം നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവരും അതങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു നല്ല കാര്യങ്ങൾ കേട്ടോ, മോശമായിട്ടുള്ള കാര്യങ്ങളല്ല, നല്ല കാര്യങ്ങൾ. അപ്പം ഞാനത് എടുത്തു പറയാൻ കാര്യം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അതൊരു വഴിയേ വന്നോളൂ. എനിക്ക് അങ്ങനെ കിട്ടിയൊരു ബ്ലെസ്സിങ്സിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് 4 പേർക്ക് പറഞ്ഞു കൊടുക്കണം വാരാഹി അമ്മ ആരാണ്, വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് എങ്ങനെയാണ്, വാരാഹി അമ്മയെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് പ്രാർത്ഥിക്കേണ്ട വിധം അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കുക, അവർക്കത് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ വീഡിയോസും. ഈ ചാനൽ ക്രിയേറ്റ് ചെയ്ത ഉദ്ദേശം ഒന്നും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്ര മാത്രം. വാരാഹി അമ്മ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ദേവിയാണ്. വാരാഹി അമ്മയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമുക്ക് വന്നു ചേരുന്നത്. പഞ്ചമി തിഥിയിലാണ് പ്രധാനമായി വാരാഹി ദേവി നല്ല പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് പഞ്ചമി തിഥി എന്ന് പറയുന്നത്. ശക്തിസ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ശിവപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത്, ഉയർച്ച, ശത്രുദോഷ ശാന്തി, ആഗ്രഹപൂർത്തി അങ്ങനെ പലതരത്തിലുള്ള ഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത്. അത് ശരിക്കും വാസ്തവമായിട്ടുള്ള കാര്യവുമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാരാഹി ദേവി പല പേരുകളിൽ അറിയപ്പെടുന്നു. കൂടാതെ നിദ്രാദേവി എന്നും കൂടി അറിയപ്പെടുന്നു. നിദ്രാദേവി എന്ന് ഉദ്ദേശിക്കുന്നത് രാത്രി ഉണർന്നിരിക്കുക
എന്നാണ് ഉദ്ദേശം. അതായത് രാത്രി ഉണർന്നിരിക്കുന്ന ദേവി ആയതുകൊണ്ടും നമ്മളെ പകലിനേക്കാളും രാത്രി പ്രാർത്ഥിക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം എന്ന് പറയുന്നു. അപ്പോൾ അത് സത്യം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ പ്രാർത്ഥിച്ചൊക്കെ വെറുതെ ആയി, രാത്രിയാണ് ജപിക്കേണ്ടത്, രാത്രി ജപിക്കേണ്ട മന്ത്രം പകൽ ജപിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കും. നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട ആളുകളെക്കാളും കൂടുതൽ നമ്മുടെ ഭഗവാനറിയാം, അല്ലെങ്കിൽ ഭഗവതിക്കറിയാം. അതുകൊണ്ട് ഏത് സിറ്റുവേഷൻ ആയാലും അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഏതൊരു സമയമായാലും വിഷയമല്ല. അതാദ്യം മനസ്സിലാക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അതാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇഷ്ടവരദായിനിയാണ് വരാഹി ദേവിയുടെ മെയിൻ ആ ഒരു മൂർത്തരൂപമാണ്. ശരിക്കും ആ ഒരു രൂപം എന്ന് പറയുന്ന ഉദ്ദേശം തന്നെ ഐശ്വര്യവും വിജയവും സമ്പത്തും വന്ന് ചേരുക, വന്ന് ചേരും. അത്രയും ഇപ്പം നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാതെ പോയത്, ആ ഒരു കാര്യം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അതിൻ്റെ കൂടെ മന്ത്രജപം ഒരു 21 തവണ, അല്ലെങ്കിൽ 9 തവണ, അല്ലെങ്കിൽ 3 തവണ, അല്ലെങ്കിൽ 1008 തവണ, ഇതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ എഴുതി നിങ്ങൾ ആ ഒരു ആഗ്രഹം 21 ദിവസം ആ ഒരു മന്ത്രം ജപിച്ച് നോക്കിക്കേ, ഉറപ്പായിട്ടും ആ കാര്യം സാധിച്ചിരിക്കും. ഞാൻ എടുത്തു പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, എന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മന്ത്രം അത്രയും പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പവർഫുള്ളാണ് വരാഹി ദേവി എന്നുള്ളത്. സോ മന്ത്രം ഏതാണെന്ന് പറയാം, കൂടെ ജപിക്കാം. ഓം വരാഹവദനായ നമഃ. 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 ഓം
वराहवदनाय नमः। ॐ 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 वराहवदनाय